ഹായ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. എൻ്റെ പേര് ശ്രീജിത്ത. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങൾ കോഴിക്കോട്ടുകാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള പഴം നിറച്ചത് ആയിട്ടാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അത് നമുക്ക് വേണ്ടത് കുറച്ച് നേന്ത്രപ്പഴമാണ്, പിന്നെ കുറച്ച് തേങ്ങ, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പഞ്ചസാര, നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് മൈദപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. പിന്നെ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അതിൽ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ആദ്യം നെയ്യിലോ വെളിച്ചെണ്ണയിലോ വറുക്കുക. അതിലേക്ക് കുറച്ച് തേങ്ങയും പഞ്ചസാരയും ആഡ് ചെയ്തിട്ട് ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഗ്യാസ് സിമ്മിലിടണം. എന്നോട് അതിടാൻ മറന്നുപോയി. ഞാൻ നല്ല ഗ്യാസിലിട്ടിട്ട് എൻ്റെ ഒരു പെട്ടെന്ന് കറിഞ്ഞുപോയി. അത് പിന്നെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നിട്ടില്ല. എനിക്കിതിന് കരിഞ്ഞത് ഇഷ്ടമാണ്, അതൊന്നും ഞാൻ മാറ്റിയിട്ടില്ല. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഗ്യാസ് സിമ്മിലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫില്ലിങ് റെഡിയാക്കി വെക്കാം. ലൈറ്റ് ഗോൾഡൻ കളറായതിനു ശേഷം നമുക്കത് വറുത്ത് കോരാം. പിന്നെ നമ്മൾ ചെയ്യുന്നത് നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴം ഞാൻ കട്ട് ചെയ്യുന്നതൊക്കെ കാണിച്ചു തന്നിരുന്നത്. ഇങ്ങനെയാണ് നേന്ത്രപ്പഴം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫില്ലിങ് നിറയ്ക്കേണ്ടത്. അത് നിറച്ചതിന് ശേഷം ഈ നിറച്ച് വെച്ചിരിക്കുന്ന ഫില്ലിങ് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മൈദപ്പൊടി കലക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഒഴിച്ച് വെക്കാം. എന്നിട്ട് വീണ്ടും വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ നെയ്യിലോ വറുത്തെടുക്കാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സ്വന്തം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി എന്ത് കിട്ടും, പഴം നിറച്ചത് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരും. ഒരു പാൻ ചൂടാക്കി നമുക്ക് ആവശ്യമായിട്ടുള്ള നെയ്യോ വെളിച്ചെണ്ണയോ അതിൽ ഒഴിച്ചിട്ട് ചൂടാക്കണം. അതിനുശേഷം അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ തേങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. തേങ്ങയുടെ കളറൊന്ന് കുറച്ച് മാറുമ്പോഴേക്ക് അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോഴേക്കോ നമുക്ക് അതിൽ കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡിയായി. നമുക്ക് ആവശ്യമായിട്ടുള്ള അത്രയും നേന്ത്രപ്പഴം തൊലി കളഞ്ഞ് എടുത്ത് വയ്ക്കുക. ഒരു നേന്ത്രപ്പഴം എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഒന്ന് മുറിക്കുക. എന്നിട്ട് ആ മുറിച്ചത് വെച്ചിട്ട് ഇങ്ങനെ തുറക്കുക. രണ്ട് സൈഡും മുറിഞ്ഞു പോകരുത് കേട്ടോ, അത് ശ്രദ്ധിക്കണേ. ഇങ്ങനെ തുറക്കാം, മനസ്സിലായോ? അതുപോലെ എല്ലാം ഒരെണ്ണം ഒരു സൈഡിൽ ഇങ്ങനെ മുറിച്ചിട്ട് ഇത് കൈ വെച്ചിട്ട് ഇങ്ങനെ തുറന്നെടുക്കാം. പറ്റുവാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ കറുപ്പ് ഉണ്ടല്ലോ, അത് എടുത്ത് മാറ്റാൻ പറ്റുവാണെങ്കിൽ അത് മാറ്റിയാൽ കുറച്ചും കൂടെ നന്നായിരിക്കും. ഞാൻ എടുത്ത് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ബാക്കിൽ വിട്ടു പോകാതിരിക്കാൻ. ഇവിടെ ഒന്നും ഉണ്ടാവരുത് കേട്ടോ. ഇത് എടുത്ത് മാറ്റാം. അങ്ങനെ എല്ലാത്തിൻ്റെയും എടുത്ത് മാറ്റാം. അത് മാറ്റിയിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, പറ്റുവാണെങ്കിൽ മാറ്റിയാൽ നന്നായിരിക്കും. ഇത് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ നേരത്തെ റെഡിയാക്കി പഴം വെച്ചിട്ടുണ്ടല്ലോ, അതിൽ ഈ ഫില്ലിങ് റെഡിയാക്കി വെച്ച ഫില്ലിങ് നിറച്ച് കൊടുക്കാം. ഇത് ഫുള്ളാവുന്നത് വരെ നന്നായിട്ട് ആവുന്നത് വരെ നിങ്ങൾ നിറച്ച് കൊടുക്കണം. ഇതുപോലെ നിറയ്ക്കണം. ഇതുപോലെ നമ്മൾ ബാക്കി ഞാൻ 4 എണ്ണമാണ് എടുത്തത്, ഞാൻ ബാക്കി 3 എണ്ണത്തിലും നിറച്ചിട്ട് വരാം. നമ്മളൊരു പാത്രത്തിൽ കുറച്ച് മൈദപ്പൊടി എടുക്കുക. അതിൽ കുറച്ച് പഞ്ചസാര, 1 സ്പൂൺ പഞ്ചസാര ഞാൻ ചേർക്കുകയാണ്. ഇപ്പം ഒരുപാട് മധുരം ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിൽ അവർ ഉപ്പ് ഒരു നുള്ളു ഉപ്പ് ചേർത്താൽ മതി.
എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ട് വെള്ളമൊഴിച്ച് ഏകദേശം ഈ രൂപത്തിൽ ആക്കിയെടുക്കണേ. ഞാൻ ഇതുപോലെ 4 എണ്ണത്തിലും നിറച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ മൈദപ്പൊടിയുടെ ഈ മിക്സ് ഇതിൻ്റെ മേലെ തേച്ചിട്ട് ഈ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അതുപോലെ 4 എണ്ണവും ഫില്ല് ചെയ്യാം. ഇനി നമ്മൾ അവസാനത്തെ സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. ഒരു പാൻ വെച്ച് ചൂടാക്കിയ ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായ ശേഷം നമുക്ക് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന പഴങ്ങൾ ഓരോന്നായിട്ട് ഇതിൽ പൊരിച്ചെടുക്കാം. ഞാൻ 2 എണ്ണമാണ് ആദ്യം ഇതിലിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് കരിയാതെ ഒന്ന് ശ്രദ്ധിക്കണം. തീ കുറച്ച് വെക്കാം. നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന പഴമാണ്. ഇതൊന്ന് വറുത്തെടുക്കാം. അധികം കരിഞ്ഞു പോകാതെ നമ്മൾ ഇതിങ്ങനെ തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ പഴം നിറച്ചത് എങ്ങനെയായിരുന്നു? വളരെ ഈസി അല്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യൂ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ അവിടെ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാം. എപ്പോഴും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരില്ല. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണണ്ടേ? ഈസി അല്ലേ? അപ്പോൾ ഈസിയുള്ള ഓരോന്നൊക്കെ ഇടുമ്പോൾ നിങ്ങൾ കണ്ട് പഠിക്കണ്ടേ? അപ്പോൾ എല്ലാവരും ചെയ്യണം കേട്ടോ. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ താഴെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണുന്നത് വരെ